കാസർഗോഡും കോളറ വ്യാപിക്കുന്നുണ്ട്. ഇന്ന് കാസർഗോഡ് 2 തമിഴ്നാട് സ്വദേശികൾക്കും 1 കാസർഗോഡ് സ്വദേശിക്കുമാണ് കോളറ സ്ഥിരീകരിച്ചത്. 3 പേരും തമിഴ്നാട്ടിൽ നിന്ന് അടുത്തിടെ കാസർഗോഡേക്ക് വന്നവരാണ്. അതേസമയം എറണാകുളത്തേക്ക് വന്നാൽ അവിടെ ഡെങ്കിപ്പനി രൂക്ഷമാകുന്നുണ്ട്, വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്നുമുണ്ട്. കാസർഗോഡ് നിന്ന് അവധിക്ക് നാട്ടിൽ പോയി വന്ന തമിഴ്നാട് സ്വദേശികൾക്കാണ് രോഗം കണ്ടെത്തിയത്. കാസർഗോഡ് സ്വദേശി അടുത്തിടെ തമിഴ്നാട്ടിൽ ക്ഷേത്ര ദർശനവും നടത്തിയിരുന്നു. ഈ 3 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. എറണാകുളത്ത് കളമശ്ശേരി മേഖലയിലാണ് ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 15 പേർ ചികിത്സയിലുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ 22 പേരാണ് കഴിയുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. ഈ വെള്ളം പല മേഖലകളിലും കെട്ടിനിൽക്കുന്നു. ഇവിടെ കൊതുകുകൾ വ്യാപകമായി. ഇതാണ് ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാന കാരണം. വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണവും ഏറിയിട്ടുണ്ട്. കളമശ്ശേരി സ്വദേശി ഇബ്രാഹിമാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് കളമശ്ശേരി നഗരസഭയിൽ പ്രതിപക്ഷമായ CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. ഇവിടെ 100-ലധികം പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചെന്നാണ് പരാതി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും അടക്കം ഡെങ്കി സ്ഥിരീകരിച്ചു. ശുചീകരണ പ്രവർത്തനം ശക്തമാക്കിയില്ലെങ്കിൽ തുടർ സമരം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. വ്യാപകമായി കൊതുകുകളാണ്. കൊതുകിന് മരുന്നടിക്കുന്നില്ല, കാലക്ലീൻ ചെയ്യുന്നില്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഭരണമാണ് ഇതൊരു ഭരണം എന്ന് പറയാൻ പറ്റൂല. മറ്റ് വൈറൽ പനി ബാധയും ജില്ലയിൽ ഏറുന്നുണ്ട്. അടുത്തിടെയാണ് കാക്കനാട് ഫ്ളാറ്റിൽ 441ഓളം പേർക്ക് വെള്ളത്തിൽ നിന്നും ഛർദിയും വയറ്റിളക്കവും പിടിപെട്ടത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകാത്തതിൽ ആരോഗ്യവകുപ്പിനെതിരെ അടക്കം ആരോപണം അന്ന് ഉയർന്നിരുന്നു. മെയ് മാസം പെരുമ്പാവൂരിലെ വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധയുണ്ടായി മരണങ്ങൾ ഉണ്ടാവുകയും നിരവധി പേർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, കാസർഗോഡ്.